കിരാതമൂർത്തേ ദേവാ മംഗളം മംഗളം അങ്കണമാറിംഗിതമോടിന്നിവിടെയാടിടുമ്പോൾ അഴകേറും ചുവടുകളിൽ മിഴിപോലും രാഗമാതിൽ അഴകേറും ചുവടു വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തിരുവനന്തപുരത്താണുള്ളത്. എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്, വർക്ക് ചെയ്യണതും തിരുവനന്തപുരത്താണ്. അപ്പം തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക ഈവൻറ്റ് നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സംസ്ഥാന 63ാമത് സംസ്ഥാന കലോത്സവം നടക്കുകയാണ്. അപ്പം വളരെ എൻ്റെ ഓഫീസിന് ഞാൻ നിൽക്കുന്നത് ബേക്കർ ജംഗ്ഷനിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ബേക്കർ ജംഗ്ഷൻ വളരെ അടുത്താണ്. ഒരുപാട് തവണയായിട്ട് കലോത്സവം ദൂരെ എവിടെയാണെങ്കിലും കാണാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നു. ഇന്ന് കലോത്സവത്തിൻ്റെ 3ാം ദിവസമുണ്ട്. പക്ഷേ ഇവരിക്കും പോകാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഒന്ന് കുറച്ച് നേരം പോകാൻ കഴിഞ്ഞു. വർക്കും വേറെ കുറച്ച് കാര്യങ്ങൾ കാരണം പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ വളരെ അടുത്താണ്. ബേക്കർ ജംഗ്ഷനിൽ നിന്ന് സെൻട്രൽ സ്റ്റേഡിയം, ഭാരതപ്പുഴ എന്ന് പറഞ്ഞ സ്റ്റേജ് ഇവിടെ കുറച്ച് വലതുവശത്തെത്തി വരും. 2ാം സ്റ്റേജ് വരുന്നത് വുമൻസ് കോളേജാണ്. അത് ഇവിടെ നിന്ന് ഈ ഇടതുവശത്ത് കൈ കാണുന്ന കോമ്പൗണ്ട് എത്ര അടുത്തുള്ളൊരു സ്ഥലങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. 3ാം ദിവസമാണ്, തിങ്കളാഴ്ചയാണ്. അപ്പം ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലും ഇവിടുത്തെ നമ്മൾ വുമൻസ് കോളേജിലൊക്കെ പോയിട്ട് കുറച്ച് ഇതിൻ്റെ കാഴ്ചകൾ കാണാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു വൈബുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. ഞാനിത് എപ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ പ്ലേസ് എനിക്ക് നിങ്ങളെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇത് നമ്മളെ ബേക്കർ ജംഗ്ഷനിലുള്ള മേൽപ്പാലത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ട് തൂണുകൾക്കൊക്കെ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത ഒരു പ്രദേശമാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് ലൈറ്റ് ഓണാവും. തിരുവനന്തപുരത്തിന് ലൈറ്റ് ഇല്ലാതെ ഒരു കളിയില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്, തിരുവനന്തപുരത്തിൻ്റെ ലൈറ്റും കുറച്ചുകൂടിയിട്ടുള്ള ഒരു കാഴ്ചകളും കലോത്സവത്തിൻ്റെ വൈബും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മനോഹരമായി ചിത്രീകരിച്ച് എനിക്ക് ചിത്രീകരിക്കുന്ന ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഡു നോട്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ാണിതാ നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. തിരുവാതിര കളിയാണ്. ശിശിര, ഈ തിരുവാതിര കാണുമ്പോൾ പണ്ടത്തെ തിരുവാതിരക്കാർ ഓർമ്മയുണ്ടോ? നിന്നിട്ടില്ല. കാണുമ്പോൾ തന്നെ സന്തോഷമല്ലേ? നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. കാന്തനെ കണ്ടോരുണ്ടോ? കാന്തനെ കണ്ടോരുണ്ടോ? അഴകഴകുമുണ്ടേ നല്ല കരുത്തും മരനെ കാണുന്നേരം ആ കാമനും തെല്ലൊളിക്കും. മാനം തെളിഞ്ഞു വന്നേ നല്ല മാമ്പുമഴ പരന്നു. മരനെ കാണാഞ്ഞിട്ടൻ മാനസം തെങ്ങിടുന്നു. മാമല ദൈവങ്ങളെ എന്റെ മരണിലെത്തും
മലഞ്ഞനേകിടമേ 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 മലഞ്ഞനേകിടമേ. വിഷ്ണു ഏതെങ്കിലും ഈ കലോത്സവ ഐറ്റത്തിൽ മത്സരിച്ചിട്ടുണ്ടോ? ചവിട്ടാനുള്ള പരിപാടി നമ്മൾ അർപ്പിച്ചിട്ടില്ലല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ഒരു മുന്നേറ്റം വന്നിരിക്കുന്നു. മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ ദിവസത്തെ ഇവിടെ അടിച്ചുപൊളി പാട്ടുകളൊക്കെ കേട്ടിരിക്കുന്നു.
പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ അവിടുത്തെ കുട്ടികൾക്ക് തുള്ളാൻ വേണ്ടി കുറച്ച് അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. ഞാൻ കണ്ടൊരു കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ചെന്നപ്പോഴുള്ള കാഴ്ച മെയിൻ സ്റ്റേജ് കാലി ആരുമില്ല, ഒറ്റ മനുഷ്യയില്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുക. പക്ഷേ മീഡിയാസിൻ്റെ കൗണ്ടർ ഉണ്ടല്ലോ, അവിടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ തിരക്ക്, ഇഷ്ടം പോലെ എന്താ പറയുക, കുട്ടികൾ പരിപാടി അവതരിപ്പിക്കാനും എല്ലാം നിൽക്കുന്നു. എല്ലാവർക്കും ഒരു മീഡിയയിൽ അറ്റൻഷൻ കിട്ടുന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഇതാണ്. ഇടയ്ക്ക് നമ്മളെ 24 ശ്രീകണ്ഠൻ നായരെ കണ്ടു. പുള്ളി വരുന്നതിന് വളരെ പ്ലാൻ ചെയ്ത് പുള്ളി വരുമ്പോൾ ഒരു ബാൻഡ് സെറ്റ് സംഘത്തെയൊക്കെ സംഘടിപ്പിച്ച് അവർ നിർത്തി. അവിടെ പുള്ളിയെ വന്നപ്പോൾ തന്നെ ഒരു ബാൻഡ് സെറ്റ് വിജയിച്ച കുട്ടികളെ കൊണ്ട് ബാൻഡ് സെറ്റൊക്കെ ചെയ്യിക്കുന്നു, മറ്റുള്ള പൊതുവായിട്ട് ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ എന്താ പറയുക തുള്ളാൻ വേണ്ടി പാട്ടിടുന്നത്. വേറൊരു വൈബായിരുന്നു. അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫും തിരുവാതിര കളിച്ച കുട്ടികളെ കൂടെ ചേർന്നിട്ട് അവിടെ ഇങ്ങനെ നല്ല രീതിയിൽ എന്താ പറയുക അവരുടെ ഒരു യുവജനോത്സവം അല്ലെങ്കിൽ ഭയങ്കര യുവത്വത്തിൻ്റെ പ്രസരിപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ രീതിയിൽ അത്രയ്ക്ക് അടിച്ചുപൊളി ഒരു ഈവൻ്റ് തന്നെയാണ് ഈ കലോത്സവം. ഐ മിസ് ഇറ്റ്. 2 ദിവസം മിസ് ചെയ്തതിന് വളരെ ദുഃഖിക്കുന്നു. വളരെ അടുത്താണ് ഞാൻ പറഞ്ഞത്, ബേക്കറി ജംഗ്ഷനിലാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ബേക്കറി ജംഗ്ഷനിലെ ഈ തൂണുകളിലെ ലൈറ്റാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ടാണ് ലൈറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. മേൽപ്പാലത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതൊക്കെ നിങ്ങൾ പരിഗണിക്കണം. അപ്പോൾ നമുക്ക് നാളെയും കുറച്ച് ഇതേപോലത്തെ വൈബും കാഴ്ചകളായിട്ട് നേരത്തെ ഇറങ്ങാം. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നല്ല താമസിക്കുന്നുണ്ട്. എൻ്റെ നേരെ ബാക്കിൽ ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ ഇവിടെ റീജിയണൽ ഓഫീസാണ്. ഓഫീസ് അടയ്ക്കാൻ നല്ല താമസിക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലും പോകാൻ കഴിയാത്തത്. ഞായറാഴ്ചയായിരുന്നു ഇന്നലെ വേറൊരു പരിപാടിയായിട്ട് പോകാൻ വേണ്ടി. അത് നമുക്ക് നാളെ കാണാം.